സംസ്ഥാനത്ത് സർക്കാർ ജീവനക്കാർക്ക് 1-ാം തീയതി തന്നെ ശമ്പളം നൽകുമെന്ന് ധനമന്ത്രി കെ.എൻ. ബാലഗോപാൽ ക്ഷേമ പെൻഷൻ കൃത്യമായി വിതരണം ചെയ്യാൻ നിർദ്ദേശം നൽകി. കഴിഞ്ഞ സാമ്പത്തിക വർഷം നേരിട്ടത് വലിയ ബുദ്ധിമുട്ടെന്നും കേന്ദ്ര വിഹിതം ഇനിയും ലഭിച്ചില്ലെന്നും ട്രഷറി സന്ദർശിച്ച ശേഷം ധനമന്ത്രി പറഞ്ഞു. 1-ാം തീയതി തന്നെ ശമ്പളം അക്കൗണ്ടുകളിൽ എത്തുമെന്നും അതിൽ ആശങ്ക വേണ്ടെന്നും ധനമന്ത്രി പറഞ്ഞു. 1-ാം തീയതി ശമ്പളം കൊടുക്കുമെന്നും പെൻഷൻ കൊടുക്കുമെന്നുള്ളതിനൊന്നും ഒരു സംശയം വേണ്ട. സാധാരണയുള്ളതിനേക്കാൾ ഒരു വ്യത്യാസവും മാറ്റവും വരാത്ത തരത്തിൽ തന്നെയാണ് ഇതുവരെയുള്ള കാൽക്കുലേഷൻ കാര്യങ്ങൾ നടക്കുന്നതിനെ പറ്റിയാണ് ആലോചിച്ചിട്ടുള്ളത്. 30,000 കോടിയോളം വരുമാന വർധനവുണ്ടാക്കിയ സർക്കാരാണിത്. KSRTCക്ക് വേണ്ടത് ഇന്ന് തന്നെ നൽകി. എല്ലാ ഇടപാടുകളും പൂർത്തിയാക്കി. 2021 മാർച്ചിലാണ് ഏറ്റവും കൂടുതൽ തുക നൽകിയത്. ക്ഷേമ പെൻഷന് കൃത്യമായി നൽകാൻ ഉത്തരവ് ഇറക്കിയിട്ടുണ്ടെന്നും മന്ത്രി പറഞ്ഞു. ക്ഷേമ പെൻഷന് കൊടുക്കുന്ന നേരത്തെ തന്നെ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് തന്നെ അത് സംബന്ധിച്ചുള്ള ഓർഡർ ഇറക്കിയിട്ടുണ്ട്. അതിനാവശ്യമായ കാര്യങ്ങൾ കണ്ടെത്തിയിട്ടുണ്ട്. അത് കൃത്യമായിട്ട് നടക്കും. കേന്ദ്രത്തിൽ നിന്നും വിഹിതം ലഭിക്കാനുള്ളതിൽ ഇതുവരെയും ഒരു പരിഹാരവുമായിട്ടില്ല. കേരളത്തിലെ 2 MPമാർ മാത്രം ഈ വിഷയം ലോക്സഭയിൽ അവതരിപ്പിച്ചാൽ കാര്യം നടക്കില്ല. ബാക്കിയുള്ളവർ കൂടി വിഷയം അവതരിപ്പിക്കണമെന്നും ബാലഗോപാൽ മാധ്യമങ്ങളോട് പറഞ്ഞു. റിപ്പോർട്ടർ, തിരുവനന്തപുരം.